ഞങ്ങൾക്ക് അങ്ങനെ വേനൽ ചൂടിൽ നിന്ന് ചെറിയൊരാശ്വാസം ഒരു മഴയൊക്കെ കിട്ടിയായിരുന്നേ. ഇടിയൊക്കെ ഉണ്ട്, നല്ല ഇടിയുണ്ട്. അപ്പോൾ ഇച്ചിരി എന്തോ ഞാൻ കണ്ടു, എടുത്തു. കറണ്ടും എല്ലാം പോയി കിടക്കുക. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിന് മുമ്പിൽ ചെറിയ റോഡായിട്ട് കൂടെ വണ്ടി പോകുന്നതിൻ്റെ വെട്ടം കേട്ടോ. അത്യാവശ്യം ഇടിയൊക്കെ ഉണ്ട്, നല്ല ഇടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഇടി കുറഞ്ഞതാ. ഇത് കറണ്ട് പോകുമ്പോൾ കത്തുന്ന ഒരു ബൾബുണ്ട്, അതിൻ്റെ അകത്തെ ചാർജ് തീർന്നു. കുറേ നേരമായി ഇരുന്ന് കത്തിക്കിടക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കെട്ടും വന്ന് നിൽക്കുന്നതാണേ. നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ടോ? മഴയൊക്കെ കിട്ടിയോ? എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ കിണറ്റിലോട്ടൊക്കെ വെള്ളമൊന്നും ആകാറായിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ടൗണിലായിരുന്നു ഞാൻ കുറേ രാവിലെ മുതൽ. അപ്പോൾ ടൗണിലൊക്കെ അത്യാവശ്യം നല്ല സൂപ്പർ മഴയായിരുന്നു. ഇവിടോട്ട് അത്ര മഴ പെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. വീടൊക്കെ ആയാലും ഇച്ചിരി കൂളായി, അങ്ങനെ ഒരു ഇതായിട്ടേ ഉള്ളേ. കുഴപ്പമില്ല, ഒന്നുമില്ലാത്ത ഭേദമെന്ന് പറയണ പോലെ ഒരിത്. പപ്പ ചെറിയ മഴയുടെ തണുപ്പൊക്കെ അടിച്ച് ബനിയനൊക്കെ ഇട്ട് എപ്പോഴും ഇങ്ങനെ ഞാൻ തിണ്ണയിൽ വന്നിരിക്കുവാണേ. പെരയ്ക്കകത്താണെങ്കിൽ വെട്ടവും ഇല്ല. പപ്പയ്ക്കാണെങ്കിൽ ഇന്ന് മൊബൈലിൽ കളിക്കാനായിട്ട് നെറ്റില്ലല്ലോ. കറണ്ട് ഉണ്ടെങ്കിലാണ് നെറ്റ് കിട്ടത്തുള്ളൂ, ബ്രോഡ്ബാൻഡ് നെറ്റ്. മമ്മി കിടക്കുക. കുഞ്ഞുവാവയൊക്കെ ഒരു സമ്മർ ഫെസ്റ്റ് കാണാനായിട്ട് പോയിരിക്കുക. ഞങ്ങളാണെങ്കിൽ വെള്ളമില്ലാത്തതുകൊണ്ട് കാശ് കൊടുത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് ടാങ്കൊക്കെ ഇവിടെ കഴുകി എല്ലാം സെറ്റപ്പാക്കി വെച്ചേക്കുമായിരുന്നു. എനിക്ക് ഇരുട്ടായതുകൊണ്ട് കാണത്തില്ല. ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. കാശ് കൊടുത്ത് വെള്ളം മേടിക്കാൻ നോക്കണ്ടേ, 700 രൂപയ്ക്ക് 1.5 ലിറ്റർ വെള്ളം അങ്ങനെ. പക്ഷെ അത് രാത്രിയിലും കൂടെ അത്യാവശ്യം കൊള്ളാവുന്നൊരു മഴ കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസമായേനെ. വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഈ ഞങ്ങളുടെ റൂഫ് ഷീറ്റിൽ വെള്ളം വീഴുന്ന കേൾക്കാം. അത് പക്ഷേ മരത്തേലിരിക്കുന്ന വെള്ളമാണ്. ഞങ്ങളുടെ പെരയ്ക്ക് ചുറ്റും ഞങ്ങളുടെ പാപ്പന്മാരെയൊക്കെ ആണെങ്കിൽ റബ്ബറാണ്. അപ്പോൾ ആ റബ്ബർ മരത്തിൽ വെള്ളം വീണിട്ട് റൂഫേൽ വീഴുന്നതാണ്. ഞാൻ ജോലിക്ക് പോയിട്ട് വന്ന സമയത്ത് നല്ല ഇടിയായിരുന്നു. ഭയങ്കര ഇടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇടി. ഇപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം? സുഖമൊക്കെ ആണോ? എന്ത് ചെയ്യുന്നു? ഇന്നലെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ആരോ അരുവിത്തുറയിൽ വരുമ്പോൾ പറയണമെന്നോ എന്താ മീൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ കാണുവാണെങ്കിൽ ഒന്നും കൂടെ അയക്കുക, റിപ്ലൈ ചെയ്യുക. ആരാന്ന് എനിക്ക് മനസ്സിലായി. എന്നെ അറിയുന്ന ആരുണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും കൂടെ ഇത് കാണുന്ന എല്ലാവരും ഇവിടെ നല്ല സൂപ്പർ മഴ പെയ്യാനും ഞങ്ങളുടെ കിണറ്റിലൊക്കെ വെള്ളമാകാനും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമോ നോക്കട്ടെ. ഈശ്വരൻ ദൈവം എല്ലാവരും കേൾക്കുമോ നോക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറമായത് അവിടെ സോളാർ ലൈറ്റ് ഉണ്ട്. വഴിവിളക്കൊക്കെ ഇല്ലേ, സോളാറിൻ്റെയാണ്. അതുകൊണ്ട് അവിടെ എപ്പോഴും നേരെ വീട്ടുമ്പോൾ ആ ലൈറ്റ് തെളിയും. പക്ഷെ നമുക്ക് ഇവിടെ ആണെങ്കിൽ അല്ലാത്ത സാധാ വഴിവിളക്കാവും. അത് ഇല്ല, തെളിയത്തില്ല, കേടല്ല, തെളിയും. ഇപ്പം കറണ്ടില്ല, ഇടിയൊക്കെ കാരണം കൊണ്ടേ ലൈനിൽ എന്തോ പ്രശ്നം വന്നു തോന്നുന്നു. ഇവിടെ നല്ല വെട്ട. എൻ്റെ മൊബൈലിൻ്റെ സൂമിങ് കപ്പാസിറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ ഒരു വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ സൂം ചെയ്തിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടൊരിത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പം ടാറ്റ, ബൈ ബൈ.
ഇന്ന് ഒരു വീഡിയോ ഇടാനില്ലായിരുന്നേ, അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്.